എടി ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് പേര് മാറ്റുന്നതാണോ പ്രധാന പ്രശ്നം? എടാ അത് പറയുന്നതിന് മുമ്പ് ആദ്യം ഈ പദ്ധതിയുടെ തുടക്കത്തെ പറ്റി പറയണം. 2005 ഇടതുപക്ഷം പിന്തുണച്ച കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഗ്രാമീണ മേഖലയിലുള്ള മനുഷ്യരുടെയൊക്കെ ജീവിതം സുരക്ഷിതമാക്കാനായിരുന്നു പദ്ധതി കൊണ്ടുവന്നത്. ഈ പദ്ധതി വന്നപ്പോഴത്തേക്കും കുറെ സാധാരണ മനുഷ്യർക്ക് ജോലി കിട്ടി, പിന്നെ കൂലിയൊക്കെ കിട്ടി. അല്ല, ഇപ്പൊ എന്താണ് പ്രശ്നം? എടാ ഈ പേര് മാറ്റിയത് ഒരു പ്രശ്നം, പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പദ്ധതി നിലവിൽ വന്നാല് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബാധ്യതയുണ്ട്, പിന്നെ തൊഴിലില്ലായ്മ ഉണ്ടാകും എന്നുള്ളത് വേറൊരു പ്രശ്നം. അതെങ്ങനെ? അതായത് നിലവിൽ പണിയെടുക്കുമ്പോൾ കൊടുക്കുന്ന പൈസയുടെ 90% കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. ഈ പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ 60% കേന്ദ്ര സർക്കാരും ബാക്കി 40% സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടി വരും. കേരളം പോലെ സാമ്പത്തിക പ്രശ്നമുള്ള ഒരു സംസ്ഥാനത്തിനൊക്കെ ഇത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എന്താ, BJP ആഗ്രഹിക്കുന്നത് പോലെ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവും. കുറെ പാവങ്ങളുടെ പണിയൊക്കെ പോവും. അല്ല, ഇതിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതെന്താ? എടാ ഈ പദ്ധതി തുടങ്ങിയ സമയത്തെ ഇതങ്ങനെ നിർത്തിവെക്കാനുള്ള സ്കീമൊന്നും ഇല്ലായിരുന്നു. അതായത് തൊഴിലാളികൾക്ക് എപ്പോഴും പണി ഉണ്ടാവും. പക്ഷേ ഈ പുതിയ ബില്ല് വന്നാല് 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാന്നാണ് പറയുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം? എടാ ഈ ബില്ലില് പറയുന്ന പോലെ തൊഴിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലേ തൊഴിലില്ലായ്മ അലവൻസ് കൂടെ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടി വരും. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാല് ഈ പദ്ധതിയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ നൈസായിട്ട് തടിയൂരും, എന്നിട്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വിട്ടു. ഇതിപ്പോ ഈ BJP-കാരന്മാര് ഉള്ള ജോലി കൂടെ കളയുന്ന വഴിയാണോ നോക്കുന്നത്? അല്ലാണ്ട് പിന്നെ ഇവന്മാരൊക്കെ അധികാരത്തിൽ വന്നേ പിന്നെ ആർക്കെങ്കിലും ജോലി കിട്ടി ചരിത്രമുള്ളതായിട്ട് അറിവുണ്ടോ? വന്ന് ഇപ്പൊ ഉള്ളതും കൂടെ നശിപ്പിക്കുന്ന അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 2004 ഈ ബില്ല് കൊണ്ടുവരുമ്പോ തൊഴിലെന്ന് പറഞ്ഞതൊരു അവകാശമായിരുന്നു. അതായത് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും തൊഴിൽ ഉറപ്പായിരുന്നു. പക്ഷെ മോദിജിയുടെ പുതിയ ബില്ല് പ്രകാരം ഈ തൊഴിലെന്നൊക്കെ പറയുന്നത് ഒരു അവകാശത്തിനപ്പുറം ഒരു ടാർഗറ്റ് ആയിട്ട് മാറുക. അതായത് തരുന്ന പൈസ എപ്പോ തീരുന്നോ അപ്പൊ പണിയും തീരും. ഇത് കഷ്ടല്ലേ?